എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആൻഡ് ഹീലറാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഹീൽ ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള 4 ഫ്രേസസ് യൂസ് ചെയ്ത് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ചോദിക്കും, എന്തിനാണ് നമ്മൾ ഈ ഇമോഷൻസിനെ ഹീൽ ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ചിന്തകൾ എന്താണോ അതാണ് നമ്മുടെ ജീവിതം. നമ്മൾ വീണ്ടും നെഗറ്റീവ് ഇമോഷൻസിനെ അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസ്, ബാഡ് എക്സ്പീരിയൻസിനെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ വീണ്ടും നമ്മുടെ ലൈഫിൽ അത് തന്നെ സംഭവിക്കും. അതായത് നമ്മുടെ ചിന്തകൾ എന്താണോ അതിനൊരു വൈബ്രേഷൻ ഉണ്ടാവുകയും ആ വൈബ്രേഷൻ നമ്മളെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വീണ്ടും സെയിം വൈബ്രേഷനുള്ള കാര്യങ്ങൾ അട്രാക്റ്റായി നമ്മുടെ ലൈഫിൽ നടക്കും. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും ഒരു എനർജി ഉണ്ട്. എല്ലാ വസ്തുക്കളിലും ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടോ അതിനെല്ലാത്തിനും എനർജി ഉണ്ട്. ആ എനർജി എന്ന് പറഞ്ഞാൽ 2 വിധം, പോസിറ്റീവ്, നെഗറ്റീവ് അല്ലേ? അപ്പം നമ്മൾ കൂടുതൽ ടൈമും നെഗറ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഫുള്ള് നെഗറ്റീവായിരിക്കും. നമ്മൾ പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ലൈഫ് പോസിറ്റീവായിരിക്കും. യൂണിവേഴ്സിന് മനസ്സിലാവുന്ന ഒരേ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് ആണ്. ആ ഫീലിങ്സിൽ നിന്ന് പുറത്തു പോകുന്ന തരംഗങ്ങൾക്ക് അനുസരിച്ച് മാച്ചായിട്ടാണ് നമ്മുടെ ലൈഫിൽ വീണ്ടും സെയിം പാറ്റേൺ നടക്കുന്നത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ നെഗറ്റീവ് ഇമോഷൻസിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പോസിറ്റീവായിരിക്കില്ലേ ഫുള്ള്? അപ്പം നമ്മൾ ഈ നെഗറ്റീവ് ഇമോഷൻസായ, അതായത് പണ്ട് നടന്ന പല നെഗറ്റീവ് ഇമോഷൻസ്, ഈ നെഗറ്റീവ് ഇമോഷൻസ് എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ കിടന്നാലുള്ള പ്രശ്നം? അതായത് ഓരോ ബാഡ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മുടെ ഓരോ കാറ്റഗറിയാണ് ബാധിക്കുന്നത്. അതായത് എന്താണ്, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി, അല്ലെ മീൻസ് നമ്മൾ ചെയ്തത് പാളി, അത് വലിയൊരു അടിയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും അല്ലേ? അങ്ങനെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. ഗിൽറ്റ് ഉണ്ടായിരിക്കും, ദേഷ്യം ഉണ്ടായിരിക്കും, വൈരാഗ്യം ഉണ്ടായിരിക്കും. അങ്ങനെ ഇതെല്ലാം നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് ആണ്. നമ്മൾ ആ ഒരു ഇമോഷൻസിലാണ് ജീവിക്കുന്നതെങ്കിൽ വീണ്ടും നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ നെഗറ്റീവ്സിനെ ഹീൽ ചെയ്ത് അല്ലെങ്കിൽ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിന് ഫീഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേഗം നടക്കും. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നമ്മുടെ ലൈഫിൽ നടക്കും അല്ലേ? അത് എന്നെങ്കിലും ആയിരിക്കും നടക്കുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും നമ്മൾ ആ ഒരു ഡ്രീമിൽ എത്തുന്നത്. എന്നാൽ വേഗം തന്നെ നമ്മുടെ ഡ്രീമിൽ എത്തിയാലോ? അതിന് വേണ്ടുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഇമോഷൻസിനെ നമുക്ക് ഹീൽ ചെയ്ത് നമുക്ക് ആ ഒരു ഡ്രീം കം ട്രൂ ഈസി ആക്കാം. ഓക്കെ, അപ്പം അതിന് യൂസ് ചെയ്യുന്ന 4 മാജിക്കൽ വേർഡ്സ് അല്ലെങ്കിൽ 4 മാജിക്കൽ ഫ്രേസസ് അല്ലെങ്കിൽ 4 മാജിക്കൽ മന്ത്ര, എന്ത് വേണോ നിങ്ങൾക്ക് പറയാം. ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് വേഗം ഹീലാവുന്നതായിരിക്കും. പിന്നെ നമുക്ക് എന്താണ് ഹീലായി എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ എന്താണോ നെഗറ്റീവ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഇൻസിഡൻറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ ഒരു പേപ്പറിലോട്ട് എഴുതുക. അപ്പോൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി നിങ്ങൾ പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അത് ബേൺ ചെയ്തു. അതിനെയാണ് ബേണിംഗ് ബോൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു ആശ്വാസം വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് നെഞ്ചിൽ കൈവച്ചിട്ട് നമ്മൾ കണ്ണടച്ച് ആ നടന്ന ഇൻസിഡൻറ്റിനോട് 4 ഫ്രേസസ് ആയ ഹോ ഒപ്പോനൊപ്പോനോ പറയുകയാണ്. അതേതൊക്കെയാണ്? ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഈ 4 ഫ്രേസസ് നമ്മൾ ആരോടാണ് പറയുന്നത്? നമ്മൾ നമ്മളോട് തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ട്? ആ ബാഡ് ഇമോഷൻസ് നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ? നമ്മുടെ ഒരുപാട് കഴിവുകളെ നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്തത്, അത് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നിട്ട്. അതായത് പല കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുണ്ട്, ഈ നെഗറ്റീവ് ഇമോഷൻസ് കാരണം നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ പിറകോട്ട് വലിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ ഗ്രോത്തിനെ തന്നെ തടയുവാണല്ലേ? അപ്പം നമ്മൾ ഈ 4 ഫ്രേസസ്, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു, ഈ 4 ഫ്രേസസ് കണ്ണടച്ചിരുന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയുക. നമ്മൾ നമ്മളെ തന്നെ പാമ്പർ ചെയ്ത് സ്നേഹത്തോടെ പറയുക. ഐ എം സോറി എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട്, അതായത്
നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. എന്നോട് ക്ഷമിക്കൂ. ഐ ലവ് യു. അതായത് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. താങ്ക് യു. താങ്ക് യു എന്തിനാ പറയുന്ന? ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളൊരു പാഠം പഠിക്കുകയാണല്ലേ. അപ്പം അത് വന്ന് നമ്മളെ ഒരു പാഠം പഠിപ്പിച്ചു. ഇനി നീ അതിനെല്ലാം ഫേസ് ചെയ്തു. നല്ല മിടുക്കിയായിട്ട് അല്ലെങ്കിൽ മിടുക്കനായിട്ട് നീ മുന്നോട്ട് പോകുന്നു. അപ്പം അതിനെ നമ്മൾ നന്ദി പറയുന്നു. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ, ഈ 4 ഫ്രേസസ് പറയുന്നതിലൂടെ നമ്മുടെ നെഗറ്റീവ് എനർജി പതുക്കെ പതുക്കെ ക്ലിയർ ആവാൻ തുടങ്ങും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അത് ഹീലായെന്ന് എങ്ങനെ മനസ്സിലാവാം? ആ എനർജി, ആ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ആ നെഗറ്റീവ് ഇൻസിഡൻറ്റ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഹീലായി എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതായത് നിങ്ങൾക്ക് പിന്നെ അത് ആ ഇൻസിഡൻറ്റ് ചിന്തിക്കുമ്പോൾ ഒരു വിഷമോ ഒരു ഫീലിങ്സോ ഒന്നുമില്ലാത്തൊരവസ്ഥയിലെത്തും. അപ്പോഴാണ് ഹീലായി അല്ലേ. ഒരു മുറിവ് നമ്മുടെ ശരീരത്തിലുണ്ടായാൽ അത് ഉണങ്ങുന്നത് വരെ നമുക്കൊരു വേദനയാണല്ലേ അവിടെ ആ ഒരു പാർട്ടിൽ ടച്ച് ചെയ്യുമ്പോൾ. അപ്പം അത് കംപ്ലീറ്റ്ലി ഹീലാകുമ്പം അവിടെ ചിലപ്പോൾ അടയാളം ഉണ്ടായിരിക്കും, പക്ഷേ ആ അടയാളം നമുക്ക് മായ്ക്കാൻ പറ്റില്ല അല്ലേ. പക്ഷെ നമുക്ക് തൊടുമ്പോൾ വേദന ഉണ്ടാവില്ല, പക്ഷേ മുറിവ് ഹീലായി. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടായ ആ മുറിവിനെ നമ്മൾ ഈ 4 ഫ്രേസസ്, ഈ മാജിക്കൽ വേർഡ്സ് യൂസ് ചെയ്ത് നമ്മൾ പറയുവാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഇമോഷൻസ് കറൻ്റ്ലി നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ എന്ത് ഇൻസിഡൻ്റ് ആണോ അതിനെ ഒരു പേപ്പർ എടുത്ത് എഴുതുക. ഡീറ്റെയിലിൽ എഴുതണം. മോർ ദാൻ 8 ലൈൻസിൽ കൂടുതൽ എഴുതണം. എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ബേൺ ചെയ്ത് കളയുക. ബേൺ ചെയ്യുന്നത് എന്തിനാണ്? അതായത് നമുക്ക് ഉള്ളിൽ തോന്നും, ഇത് പോയി, എൻ്റെ ലൈഫിൽ നിന്ന് പോയി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് ആ ഒരു നടന്ന സംഭവത്തിനെ ഒന്ന് ഓർത്തിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, അന്ന് അങ്ങനെ നടന്നതിൽ ഐ എം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. നമ്മളോട് തന്നെ ഈ 4 ഫ്രേസസ് പറയുക. ഇത് പറയുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ കാണാം സീ ദ മാജിക്. അതായത് ആ നടന്ന സംഭവം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോവുകയും നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങും നിങ്ങളുടെ ചുറ്റും ഒരു പോസിറ്റീവ് ഫീൽ. അതായത് നിങ്ങളോട് സംസാരിക്കുന്നവരും നിങ്ങളോട് പെരുമാറുന്നവരും നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അത്രയും പവർഫുൾ വേർഡ്സാണിത്. അപ്പം എല്ലാവരും ഇത് യൂസ് ചെയ്യുക. അത്രയും മാജിക്കൽ ഫ്രേസസ് ആണ്. യൂസ് ചെയ്തിട്ട് കമൻറ്റിൽ വന്ന് പറയുക. ഓക്കെ. താങ്ക് യു.